ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് കണ്ടിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഈ സനാതനധർമ്മം പറഞ്ഞു വരുന്ന ചില ആളുകളുണ്ടല്ലോ, അവർക്ക് ഈ വീഡിയോ ഒരു പക്ഷേ ചിലപ്പം ഉപകരിച്ചേക്കാം. പിന്നെ ഞാനിപ്പോൾ സംഘപരിവാറിനെയോ BJPനെയോ RSSനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പറയും വർഗീയതയാണ്, ഞാൻ വർഗീയവാദിയാണെന്നൊക്കെ പറയും. കാരണം സത്യങ്ങൾ വിളിച്ചു പറയുന്നവനെയൊന്നും ഈ പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ലല്ലോ. അടൂരിൽ ഷഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടതല്ല, കൊലപ്പെടുത്തിയെന്ന് വേണം പറയേണ്ടത്. കാരണം അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. കുറേ നാളുകളായിട്ട് ഭർത്താവുമായിട്ട് പിരിഞ്ഞു കഴിയുന്ന ഈ ഒരു സഹോദരി അതേ സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിരുന്ന അരുൺ എന്ന് പറയുന്ന ഒരു ഒന്നാന്തരം കറ തീർന്ന സംഘി. ഇനി ആരും പറഞ്ഞു വരണ്ട ഇവൻ സംഘിയല്ല എന്ന്, അതിൻ്റെ തെളിവുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ഈ രാഗി കെട്ടുന്നവനും ഈ കാവ്യ മുണ്ടെടുക്കുന്നവനൊക്കെ സംഖ്യകളായിരിക്കുമെന്ന്. 100% ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരും സംഖ്യകൾ തന്നെയാണ്. അപ്പോൾ ഈ ഷഹാനായെ മതം മാറാൻ വേണ്ടി ഇവൻ കൂടുതലായിട്ട് നിർബന്ധിച്ചു. അതിൻ്റെ പേരിൽ ഈ മരിക്കുന്നതിൻ്റെ അന്നത്തെ ദിവസം ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി, തല്ലുണ്ടായി. ഇവൻ്റെ വസ്ത്രത്തിലൊക്കെ ബ്ലഡ് ഇരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ പിക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറയിലായിട്ട് ഈ പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നതും കാണാം. അപ്പോൾ ഇത്തരം ആളുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക്, അതായത് ഈ സംഘപരിവാറിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ശാഖയിൽ മുസ്ലിം പെൺകുട്ടികളെ സ്നേഹിച്ച് വശത്താക്കി അവർക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പച്ചയായിട്ട് ഈ സംഘപരിവാർ ഈ ശാഖകളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, ഈ ഓ വാസുവിനെ പോലുള്ള ആളുകളൊക്കെ പല മീഡിയാസിലും പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരിട്ട് അതിൻ്റെ ഒരു അറിവൊന്നുമില്ല. അപ്പം നമ്മൾ സംഖ്യകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അത് വർഗീയത, അത് തീവ്രവാദം എന്ന് പറയും. ഒരു നല്ല ഹൈന്ദവ സഹോദരൻ ഒരിക്കലും ഈ സംഘപരിവാറിനെയോ സംഘപരിവാറിൻ്റെ ആശയങ്ങളെയോ അവർ ഉൾക്കൊള്ളത്തില്ല. അത്തരത്തിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട ഈ ഹൈന്ദവ സഹോദരൻ സംഘപരിവാറിനെ കുറിച്ച് പറയുന്നൊന്ന് കേൾക്കുക. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകി മറിയുന്ന സംഖ്യകൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കാനുണ്ടെങ്കിൽ ഈ സഹോദരന് കൊടുക്കുക. ഓക്കെ, വീഡിയോ കണ്ടുനോക്കുക. ക്യാൻസറിനെക്കാളും വലിയൊരു രോഗം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് RSS ഭീകരതയാണെന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഏറ്റവും വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഏറ്റവും നാശമുള്ള രോഗമാണ് RSS. നിങ്ങൾക്ക് ഞാൻ 2 വീഡിയോ കാണിച്ചു തരാം. സംഘികളുടെ സ്വപ്ന ഭൂമിയായ ഉത്തർപ്രദേശിൽ നിന്നുള്ളൊരു വീഡിയോ ആണിത്. ഹിന്ദു രക്ഷാ ദളിന്റെ ഏറ്റവും മുതിർന്ന ലീഡറായിട്ടുള്ള പിങ്കി ചൗധരി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളിതിൽ കാണുന്നത്. അയാൾ പറയുന്നത് മുസ്ലിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട, മുസ്ലിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരില്ല എന്ന്. അത് പബ്ലിക്കായിട്ട് അന്നദാനം നടത്തുന്ന ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് അന്നദാനം നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് കടന്നു വരുന്ന മുസ്ലിങ്ങൾക്ക് നിങ്ങൾക്ക് ഭക്ഷണമില്ല, പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇനി ഉത്തരേന്ത്യക്കാരും ഇനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം കേരളത്തിലുള്ള കണ്ണൂർ ജില്ലയിലുള്ള ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ആ തെയ്യം നടക്കുന്ന വേദിയിലെ തെയ്യം അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടോ, മുസ്ലിം മതത്തിൽപ്പെട്ടവരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച് അവരെ ആ സ്ഥലത്തേക്ക് കയറ്റി അവരുടെ കയ്യിൽ പിടിച്ച് അനുഗ്രഹം കൊടുത്ത് അവർക്ക് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്ന ഒരു വിഷ്വലാണ്. അവരതും കഴിഞ്ഞ് അതേ സ്ഥലത്തുള്ള അന്നദാന കൗണ്ടറിൽ നിന്ന് ചോറും തിന്നിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ഈ സനാതനധർമ്മത്തിൽ അന്നദാനത്തിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ദാനമില്ല. അതാണ് അന്നദാനം മഹാദാനം എന്ന് എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാരണം. ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും വലിയൊരു പുണ്യം. അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി കൂടെ പറഞ്ഞുതരാം. ഈ മഹാഭാരതത്തിലുള്ള കർണൻ മരിച്ച ശേഷം സ്വർഗ്ഗലോകത്താണ് ചെല്ലുന്നത്. അപ്പോൾ സ്വർഗ്ഗലോകത്ത് എത്തിപ്പെടുന്ന കർണന് വിശപ്പിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് രത്നങ്ങളും വൈരങ്ങളും സ്വർണ്ണമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ഭക്ഷണം കിട്ടാത്തത്, എന്തുകൊണ്ടാണ് ഇത് തന്നത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ കർണന് കിട്ടുന്ന ഉത്തരം, ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ ദാനധർമ്മങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ സ്വർണവും പണവുമായിരുന്നു, ഒരാൾക്ക് പോലും നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടില്ല എന്ന്. അന്നൊരു മനുഷ്യന് പോലും അന്നദാനം നടത്താത്തത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ അന്നത്തിന് യോഗ്യത ഇല്ലാതായി പോയതെന്ന് മഹാഭാരതത്തിൽ പുരാണത്തിൽ പറയുന്നൊരു സ്റ്റോറിയാണിത്. അപ്പോൾ അത്രത്തോളം പ്രസക്തിയുണ്ട് സനാതനധർമ്മത്തിൽ അന്നദാനത്തിന്. അവൻ അപ്പുറത്ത് നിൽക്കുന്നവൻ ആരെന്ന് നോക്കാതെ ഭക്ഷണം വിളമ്പി കൊടുക്കാനുള്ള ഒരു മനസ്സ് ഇല്ലാതെ, ഭക്ഷണമല്ല വിഷമാണ് നിങ്ങൾ വിളമ്പി കൊടുക്കുന്നത്, വിഷം. നമ്മുടെ നാടെന്താണ് ഉത്തരേന്ത്യ പോലെ ആയിത്തീരാത്തെന്നുള്ള ചോദ്യം ഇവിടെ BJP ഇല്ല എന്നുള്ളതാണ്.
അൺഫോർച്ചുനേറ്റ്ലി ഈ ഇലക്ഷനിൽ ഇവിടെ BJP 3 സീറ്റ് കിട്ടി. 2014 മുന്നേ വരെ ഇന്ത്യയിൽ 7 സംസ്ഥാനങ്ങളിൽ മാത്രമേ BJPക്ക് ഭരണം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. 2026 എത്തുമ്പോഴേക്കും ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിലാണ് ഇന്ന് BJP ഭരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം വെറും 4 ആ 4-ൽ 1 കേരളമാണ്. ഇപ്പോൾ ഭരണം കൈ കിട്ടിയതുകൊണ്ട്. അതല്ലെങ്കിൽ വെറും 3 സംസ്ഥാനം. ഈ BJPയുടെ കയ്യിലിരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ആ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഴുവനുള്ളത് ഇന്ന് BJPയിലുമാണ്. ഇനി കേരളത്തിൽ BJPയുടെ വളർച്ച എന്ന് പറയുന്നത് ശരവേഗത്തിലായിരിക്കും. BJP പാർട്ടിക്ക് മന്ത്രിമാരെ MLA-മാരെയും സപ്ലൈ ചെയ്യുന്നൊരു പാർട്ടിയായി ഇന്ത്യയിലെ കോൺഗ്രസ് അധപ്പതിച്ചു പോയി. VD സതീശനത് പറയാം, അവരൊരു പാർട്ടിയല്ലേ, അവർ മത്സരിച്ചോട്ടെ, അവർ വളർന്നോട്ടെ, അയാൾക്കതൊരു പ്രശ്നമല്ല. അവർ വളർന്നു വന്നതിന്റെ ഗുണമാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാണ്ടായതും BJP വളർന്നതും. അവസാന ആശ്രയം എന്ന് പറയുന്നത് പോലെ ഉണ്ടായിരുന്ന CPMന്റെ ഒരു പാർട്ടി CPM ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനം പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു. നിങ്ങൾ കുത്തിയ ഓരോ വോട്ടും നിങ്ങൾക്ക് തിരിച്ചടിയാകാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാം കാത്തിരുന്ന് കണ്ടോ. ബിഗ് സല്യൂട്ട് സഹോദര. ഏത് പാർട്ടി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട ഒരു ഹൈന്ദവ സഹോദരൻ, സനാതനധർമ്മം മുറുകെ പിടിച്ചിട്ടുള്ളൊരു സഹോദരനാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഞാനല്ല പറഞ്ഞ കേട്ടോ. ഞാൻ സംഘപരിവാറിനെ RSSനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും ഞാൻ വർഗീയവാദിയാണ്, ഞാൻ തീവ്രവാദിയാണ്. അതേ മതത്തിലുള്ള ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരു സഹോദരനാണ് RSSനെയും BJPയെയും കുറിച്ച് പറഞ്ഞത്. സത്യമാണ് ഈ സഹോദരൻ പറഞ്ഞത്. ഇപ്പോൾ 24 സംസ്ഥാനങ്ങളോളം ഭരിക്കുന്നത് BJPയാണ്. കാരണം ഈ സംസ്ഥാനങ്ങളെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ഇപ്പം കേരളത്തിൽ UDF 102 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നു. കാരണം UDF ഭരണം എന്ന് ഇവിടുത്തെ ജനങ്ങൾ ചിന്തിച്ചതാണ്. പക്ഷത്തിൻ്റെ ഭരണം മോശമായതുകൊണ്ടല്ല ഈ ഒരു ഭരണം മാറ്റം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു മാറ്റം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പക്ഷേ 3 സീറ്റുകൾ BJPക്ക് ലഭിച്ചത് ഈ 2 പാർട്ടിക്കാരും കാണിച്ചിട്ടുള്ള നെറിവുകേട് കൊണ്ട് ഇവർക്ക് കിട്ടിപ്പോയിട്ടുള്ള സീറ്റുകളായത്. ഇല്ലെങ്കിൽ ഒരൊറ്റ സീറ്റ് പോലും കേരളത്തിൽ ഈ പാർട്ടി പിടിക്കില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഇത് ലഭിക്കത്തില്ല. കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം ഒരിക്കലും BJPയുടെയോ RSSന്റെയോ ആശയങ്ങളെയോ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഉൾക്കൊള്ളുന്നതാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 10-70 സീറ്റെങ്കിലും BJP കേരളത്തിൽ പിടിച്ചേനായിരുന്നു. അപ്പോൾ ഇതുപോലെ ലക്ഷക്കണക്കിന് ഹൈന്ദവ സഹോദരങ്ങൾ ഈ പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ എതിർക്കുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇവർക്ക് ഇപ്പോഴും ക്ലച്ച് പിടിക്കാൻ പറ്റാത്തത്. കാരണം ഇവർ രാഷ്ട്രീയപരമായിട്ടല്ലല്ലോ ഇവർ വോട്ട് പിടിക്കുന്നത്. പച്ചവർഗീയത കുത്തി നിറച്ച് ഇവിടുത്തെ ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ആൾക്കാരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനകത്തൂടെ വോട്ട് നേടാമെന്നുള്ള ഒരു തന്ത്രമാണ് ഇവർ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കാണ് പ്രശ്നം. ഇപ്പം ഷഹാന എന്ന് പറയുന്ന 31 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അതിദാരുണമായിട്ടുള്ള ഈ ഒരു മരണം, അതൊരു കൊലപാതകത്തിലാണത് ചെന്നെത്താൻ പോകുന്നത്. അല്ല, ആ ഒരു നിഗമനത്തിലേക്ക് ഇത് വരും. കാരണം ഇപ്പം മതപരിവർത്തനം നടത്താൻ വേണ്ടി ആ പെൺകുട്ടിയെ പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടി അത് നിരസിച്ചു. അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ തല്ലുണ്ടായി. ആ തല്ലുന്ന സമയത്ത് ഈ പെൺകുട്ടി മരണപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പെൺകുട്ടിയെ സ്റ്റെയറിലാണ് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പം ഇവന്മാർ സംഘികൾ ഈ രാജ്യത്തിന് അപമാനമാണ്, സംഘികൾ ഈ രാജ്യത്തിന് അപകടകരമാണ് എന്ന് നമ്മൾ പറയുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഈ രാജ്യത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ബിഗ് സല്യൂട്ട്. നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ നമ്മൾ ഹൃദയം കൊണ്ട് അങ്ങോട്ട് ഏറ്റെടുക്കും. കാരണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ നമ്മുടെ ഈ സഹോദരന് വേണ്ടി ആയിക്കോട്ടെ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.